അന്നത്തെ ആ രാത്രി മീനുവിന് ഉറങ്ങാൻ സാധിച്ചില്ല. താൻ വീണ്ടും കുരുക്കിലേക്ക്. വല്യേട്ടൻ്റെ തീരുമാനത്തെ ധിക്കരിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. തനിക്ക് വീണ്ടും വിവാഹിത ആയേ പറ്റുള്ളൂ. ഇനിയും തൻ്റെ ഉറക്കമില്ലാത്ത രാത്രികളാണ് വരാൻ പോകുന്നത് മീനു തിരിച്ചറിഞ്ഞു. തൻ്റെ ഓർമ്മകളൊന്നും തന്നെ ഇന്നുവരെ വിട്ടുമാറിയിട്ടില്ല. ആ ഓർമ്മകൾ സമ്മാനിച്ച മുറിവുകൾ ഇപ്പോഴും ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഇനി എന്തു ചെയ്യും? അങ്ങനെ ആലോചിച്ച് അന്നത്തെ രാത്രി മീനുവിന് തീരെ ഉറക്കം വന്നില്ല. പെട്ടെന്നാണ് ഒരു ഫോൺ കോൾ. ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു അത്. ഫോൺ എടുത്ത ഉടൻ തന്നെ സിസ്റ്റർ പറഞ്ഞു, ഡോക്ടർ ഒന്ന് വരാവോ, ജിഷ്ണു ഡോക്ടർ ഇന്ന് ലീവാണ്. ഒരു ആക്സിഡൻറ്റ് കേസ് വന്നിട്ടുണ്ട്. മീനു ഒന്നും ആലോചിച്ചില്ല, പെട്ടെന്നോടി. ഹോസ്പിറ്റലും മീനുവിൻ്റെ വീടും തമ്മിൽ അധിക ദൂരമൊന്നുമില്ല. ഹോസ്പിറ്റലിലെത്തി വേണ്ട ചികിത്സയും ചെയ്ത് മീനു ഒബ്സർവേഷനിലേക്ക് പേഷ്യൻറ്റിനെ മാറ്റാൻ പറഞ്ഞു. ആ സമയത്താണ് മീനു പെട്ടെന്ന് ശ്രദ്ധിച്ചത് തനിക്ക് പരിചയമുള്ള മുഖം. മീനു ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ചിലപ്പോൾ തോന്നിയതായിരിക്കാം എന്ന് വിചാരിച്ചു മീനു. സിസ്റ്ററോട് ശ്രദ്ധിക്കണമെന്നും ബോധം വന്നാൽ തന്നോട് പറയണമെന്നും ഏൽപ്പിച്ച് മീനു നടന്നു നീങ്ങി. കുറച്ച് കഴിഞ്ഞ ശേഷം ആൾക്ക് ബോധം വന്നെന്നും പറഞ്ഞ് ഡോക്ടറെ വിളിക്കാൻ നഴ്സ് എത്തി. മീനു ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ആ, കുഴപ്പമില്ല എന്നും മറുപടി പറഞ്ഞു. പെട്ടെന്നാണ് മീനു ശ്രദ്ധിച്ചത് തനിക്ക് പരിചയമുള്ള മുഖം. വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷെ എവിടെയാണ് പരിചയമെന്ന് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. മീനു ഒരല്പം സംശയത്തോടെ ചോദിച്ചു, എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന്. ചിരിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, കണ്ടിട്ടുണ്ടല്ലോ, ചേച്ചിക്കെന്നെ ഓർമ്മയില്ലേ എന്നായി അവൻ്റെ ചോദ്യം. ചേച്ചി. മീനു ആ വിളിയിൽ ഒരു സംശയം വീണ്ടും ബാക്കി വെച്ചു. ജയ് അല്ലേ? മീനു പെട്ടെന്ന് ഓർത്തെടുത്തു. അതെ, ജയ്. എന്താ പറ്റിയേ? ഇപ്പം എങ്ങനെയുണ്ട്? ആ, കുഴപ്പമൊന്നുമില്ല. ചേച്ചി ഡോക്ടറാണല്ലേ? അതെ, ഇതെൻ്റെ ഹോസ്പിറ്റലാണ്. ചേച്ചിയുടെ ഹോസ്പിറ്റലോ? അതെ. ആ, തനിക്കെങ്ങനെയാ, ഓക്കെ ആയോ? നല്ല വേദനയുണ്ട്. എന്താ പറ്റിയേ? ആളുടെ മിസ്റ്റേക്കാ, എൻ്റെ മിസ്റ്റേക്കല്ല. ആളും കുഴപ്പമില്ല, ഇപ്പോൾ ഓക്കെ ആയിട്ട് വരുന്നു. പിന്നെ കൂടെ വിളിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം, നമ്പർ തന്നാൽ, ഇവിടെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. ഹോസ്പിറ്റലിൽ ഞാൻ കിടക്കേണ്ടി വരുമോ? പോവാൻ പറ്റില്ല എനിക്ക്. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഏയ്, പേടിക്കാനൊന്നുമില്ല, ഒരു ഒബ്സർവേഷൻ അത്രയ്ക്കും വേണ്ടേ. നാളെ എന്തായാലും പോവാം, ഇന്നിപ്പോൾ രാത്രിയല്ലേ. രാവിലെ പോവാമല്ലേ? പോവാം. താൻ എന്ത് ചെയ്യുന്നു? പിന്നീട് വേറെ വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അത് മാം, അല്ല ചേച്ചി, അയ്യോ എന്നോടൊന്നും മാമെന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞല്ലേ ചേച്ചി. ഞാനിവിടെ അടുത്തുള്ള ആ സൂപ്പർ മാർക്കറ്റില്ലേ, അവിടെയാ. ഓ, ആണോ? ഓക്കെ, നാളെ എന്തായാലും ലീവാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് മുതലാളി. എന്തായാലും നാളെ അവിടെ പോകേണ്ടി വരും, അതുകൊണ്ടാണ് കിടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. നാളെ ലീവാക്കാതെ തനിക്ക് ജോലിക്ക് പോകാമെന്നാണോ താൻ പറയുന്നത്? പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞതനുസരിച്ച് നാളെ തന്നെ എനിക്ക് ജോലിക്ക് പോകാം എന്നല്ല അതിൻ്റെ അർത്ഥം. ചെറിയ പരിക്കുകളേ ഉണ്ട്. അത് കുഴപ്പമൊന്നുമില്ല ചേച്ചി, ചെറിയ വേദനയുണ്ട്, അത് നേരം വെളുക്കുമ്പോഴേക്കത് പൊയ്ക്കോളും. അവൻ വളരെ നിഷ്കളങ്കനായി പറഞ്ഞു. ചേച്ചിക്ക് എന്നെ മനസ്സിലായില്ലല്ലേ? എനിക്ക് എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ട്. ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിരുന്നു, പക്ഷേ എവിടെയാണെന്ന് ഓർമ്മ കിട്ടിയില്ല. പിന്നെ നമ്മളങ്ങനെ ഒരുപാടൊന്നും സംസാരിച്ചിട്ടൊന്നും ഇല്ലല്ലോ, അതായിരിക്കും ചേച്ചിക്ക് ഓർമ്മ കിട്ടാത്തത്. ചേച്ചി അതിന് ശേഷം സിനിമയൊന്നും ചെയ്തില്ലേ? ഇല്ല, എനിക്ക് വലിയ ഇൻട്രസ്റ്റുള്ള മേഖലയൊന്നുമല്ല. ഇടയ്ക്കിങ്ങനെ കിട്ടുമ്പോൾ ചെയ്യും എന്നല്ലാതെ വലിയ താല്പര്യമൊന്നുമില്ല. എനിക്കെൻ്റെ ഈ ജോബാണ് ഇഷ്ടം, ഡോക്ടർ. പിന്നെ ചേച്ചിക്ക് പിന്നെ വരുമാനത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അതെന്താ വരുമാനത്തിൻ്റെ ആവശ്യമില്ലെന്ന് പറയാൻ? അല്ല, ചേച്ചിയെക്കുറിച്ച് അന്നവിടെ സെറ്റിൽ പറഞ്ഞു കേട്ടായിരുന്നു, ആള് നല്ല റിച്ചാണെന്ന്, അതുകൊണ്ട് പറഞ്ഞതാ. ഓ, അങ്ങനെ.
ഉം, തരക്കേടില്ലാതെ ജീവിച്ചു പോന്നു, അത്രയേ ഉള്ളൂ. ആ, ചേച്ചിക്ക് 5 ആങ്ങളമാരാണെന്ന് അന്നവിടെ പറയുന്ന കേട്ടായിരുന്നു. ഈ നാട്ടിലെ പ്രമാണിയായ കുടുംബമാണ് എന്നൊക്കെ ഞാനന്ന് കേട്ടായിരുന്നു. ഓ, അപ്പോൾ എന്നെക്കുറിച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിയാം. അല്ല, അവിടെ പറഞ്ഞു കേട്ടതാ, എനിക്കെങ്ങനെ അറിയാനാ. ശരി. ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നത്? എന്ത് ചെയ്യാൻ? പ്രത്യേകിച്ചൊന്നുമില്ല. നാളെ രാവിലെ സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് പോകണം, അത്രയേ ഉള്ളൂ. ശരി, റെസ്റ്റ് എടുക്കട്ടോ. ആക്സിഡൻ്റ് ആയതുകൊണ്ട് ചേച്ചി വന്നതായിരിക്കും അല്ലേ? അതെ, ഇവിടുന്ന് വിളിച്ചായിരുന്നു, അതാ ഞാൻ വന്നത്. ആ, എന്നാൽ ചേച്ചി പോയി കിടന്നോ, കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണ്. ശരി, ഓക്കെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, നേഴ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചേച്ചി. വിളിച്ചപ്പോൾ വന്നതിന് താങ്ക്സ് കേട്ടോ. ചിരിച്ചുകൊണ്ട് രഞ്ജു ഇറങ്ങി.